അവർക്ക് അറിയില്ലെങ്കിലും ഇതൊക്കെ ബോബി ചെമ്മണ്ണൂരിന് കുരുക്കാവുന്നതല്ലേ? കോടതി പറഞ്ഞില്ലേ, അഴിഞ്ഞാട്ടമോ അല്ലെങ്കിൽ നാടകമോ ഒന്നും കോടതിയോട് വേണ്ട എന്ന് പറയുമ്പോൾ ഇതൊക്കെ കോടതി ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഞങ്ങൾ നടത്തും, ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ ബോബിക്ക് കൂടി കുരുക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കോടതിയുടെ ശ്രദ്ധ പതിയുന്നത്. കോടതിക്ക് കണ്ടുണ്ട് കാണുകയും കേൾക്കുകയും നാട്ടിൽ നടക്കുന്നതും പറയുന്നതൊക്കെ കോടതി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. അതും അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഈ കേസുകളൊക്കെ പരിഗണിക്കുമ്പോൾ അക്കാര്യം കൂടി കോടതി അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പരിഗണനയ്ക്ക് എടുക്കും. അത് ഈ ഇത്തരം കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് എതിരായിട്ട് വരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ നടത്തിയ കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ കോടതി എടുത്ത് കുടഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ജാമ്യം റദ്ദാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇന്നലെ നടത്തിയ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെയാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതര പ്രശ്നം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച്. ബോബി ചെമ്മണ്ണൂരായിരിക്കും ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം ഫാൻസുകാരെ കൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ഉണ്ടാക്കിയതെങ്കിൽ ആ ഫാൻസുകാരെ കൊണ്ട് തന്നെ തനിക്ക് തിരിച്ചടിയും ഉണ്ടാക്കിക്കുകയാണ്. അത് കോടതിയിൽ നിന്ന് മറ്റാരോട് കളിച്ചാലും പ്രശ്നമില്ല, പക്ഷേ കോടതിയോട് കളിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കോടതിയെ വെല്ലുവിളിക്കുക, കോടതിയെ പരിഹസിക്കുക, കോടതി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ കോടതി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കോടതി ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും രക്ഷിക്കാൻ ഉണ്ടാകില്ല. പിന്നെ മാപ്പ് അപേക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ മാപ്പപേക്ഷ കോടതി മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇളവ് ലഭിക്കും. അതിനപ്പുറത്തേക്ക് പിന്നെ ബോബി ചെമ്മണ്ണൂരിന് പോകാൻ കഴിയും. ഫാൻസ് അസോസിയേഷൻകാരൊന്നും അദ്ദേഹത്തിന് വേണ്ടി ജയിൽ വന്ന് കിടക്കുകയില്ലല്ലോ. അപ്പോൾ ഇവരെ വളരെ ആവേശത്തോടു കൂടി ചോര തിളപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയാണെന്ന് പറയുമെങ്കിൽ പോലും ഇതെല്ലാം തിരിച്ചടിയായിട്ട് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യത്തിലായി പുറത്തേക്ക് ഇറങ്ങുന്നു പറയുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ബോബിയുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ബോബിയുടെ ആരാധകർ, ബോച്ചെ ആരാധകർ ഇവരൊക്കെ തന്നെ വലിയ രീതിയിലൊരു സ്വീകരണമൊക്കെ നടത്തി അങ്ങനെ ആഹ്ലാദ പ്രകടനത്തോടു കൂടി അദ്ദേഹത്തെ കൊണ്ടുപോകുക എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ കൂടുതലായ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ, അതല്ല പോലീസ് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ടോ? പോലീസിന്റെ കൂടുതൽ സന്നാഹം അവിടെയുണ്ടോ? ഇവിടെ നേരത്തെ തന്നെ, അതായത് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ വൈകിട്ട് റിലീസാകും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസിന്റെ ഒരു സംഘം ജയിലിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. ഇന്ന് രാവിലെയും സമാനമായിട്ട് പോലീസ് ഇവിടെ എത്തിയിരുന്നു. കൂടുതൽ പോലീസ് എന്തായാലും എത്തുന്നില്ല. നിലവിലുള്ള പോലീസുകാരെ കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇവരുടെ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരുന്നത് ഇവർ പടക്ക പൊട്ടിക്കും എന്നുള്ളതായിരുന്നു. അതെന്തായാലും ആ ഒരു അവസ്ഥ ഒഴിവായിട്ടുണ്ട്. ആ മാലപ്പടക്കം പോലീസ് തന്നെ അത് എടുത്ത് വണ്ടിയിലേക്ക് സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിക്കാൻ അനുവദിക്കില്ല. ബെന്നിലേക്കും തിരികെ വരാം. എന്തായാലും കടുത്ത വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. നാടകം വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ്. ഇവിടെ കോടതി ഉണ്ട് എന്നതും വ്യക്തമാക്കുകയാണ്. എന്തായാലും അനുഷങ്കർ പറഞ്ഞ പോലെ വല്ലാത്തൊരു കോമഡിയാണ്. ചിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഗൗരവമില്ലാതെ കാരണം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? ഏറ്റവും കോടതി ഇത്തരം പരാമർശം നടത്തിയിട്ടുമാണ് ജയിലിന് മുൻപിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അസാധാരണമായി നടക്കുന്നത് എന്നതറിയാത്ത, അതിനെ പേടിക്കാത്ത, ബഹുമാനിക്കാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത് ഏത് ലോകമാണ് എന്ന് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യർ അന്തിച്ചു പോകുന്ന തരത്തിലുള്ള പ്രകടനമാണ് അരങ്ങേറുന്നത്.